ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് വിയോജിപ്പ് അറിയിച്ചു എക്സൈസ് മന്ത്രി എന്ന വാർത്ത കൂടി ഇപ്പോൾ അനുബന്ധമായി വരികയാണ്. ഇത് നേരത്തെ അത്തരത്തിൽ മുഖ്യമന്ത്രിയെ കാണും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു തന്നെ ആ വിയോജിപ്പ് അറിയിച്ചു. എക്സൈസ് വകുപ്പ് അറിയാതെ എടുത്തൊരു തീരുമാനം എന്ന നിലയിൽ നേരത്തെ തന്നെ എം ലിജു എക്സൈസ് വകുപ്പ് മന്ത്രി ആ പ്രതികരണം നടത്തിയതുമാണ്. വകുപ്പ് അറിഞ്ഞിട്ടില്ല, ഇത് ധനകാര്യ വകുപ്പിന്റെ ഒരു നികുതി ഘടന മാത്രമാണെന്നൊക്കെയുള്ള ആദ്യഘട്ട പ്രതികരണത്തിന് ശേഷം ആ അതൃപ്തി അത് നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു വകുപ്പ് മന്ത്രിയായ എം ലിജു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിനകത്തും മന്ത്രിസഭയ്ക്കകത്തും ആ മുന്നണിയിലാകെയായി ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, അതൃപ്തി അത് വളരെ ഗൗരവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിലത് മാറുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നേതാക്കൾ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ ഇത്തരം അതൃപ്തിയും വിമർശനവും അറിയിക്കുകയാണ്. വി എം സുധീരന്റെ കത്തിന് പിന്നാലെ ഇപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു നേരിട്ട് എത്തി ഇപ്പോൾ ആ വിമർശനം അല്ലെങ്കിൽ ആ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നു. വിയോജിപ്പും ആശങ്കയും എം ലിജു നേരിട്ട് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ പരസ്യ വിമർശനത്തിനില്ല എന്നുകൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തന്നോട് ആലോചിക്കാത്തതിലാണ് ഈ അതൃപ്തി ഉള്ളത് എന്നുകൂടി പറയുന്നു. മാത്രമല്ല ഒരു മദ്യനയം അതുണ്ടാക്കണമെങ്കിൽ എക്സൈസ് വകുപ്പ് നേരിട്ട് തന്നെ അതിലൊരു വലിയ ചർച്ച നിയമസഭാ സമ്മേളനത്തിന് ശേഷം നടത്തും. അങ്ങനെയാണ് നയം പ്രഖ്യാപിക്കുക, നയം തീരുമാനിക്കുക എന്നൊക്കെ നേരത്തെ തന്നെ എം ലിജു പ്രതികരിച്ചതാണ് പരസ്യമായി. ഇപ്പോൾ റിനു ശ്രീധർ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. റിനു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു. ആ അതൃപ്തി വളരെ ഗൗരവമായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചു അല്ലേ? തീർച്ചയായും പ്രജിൻ, വീര്യം കുറഞ്ഞ മധ്യ പ്രഖ്യാപന ബജറ്റിലെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്ക UDF-നകത്ത് ഉണ്ട് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധവുമുണ്ട്. LDF തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് തന്നെയാണ് ആ ഒരു കൂടിക്കാഴ്ച നടന്നത്. തന്നോട് ആലോചിക്കാതെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതിലുള്ള ഒരു വിയോജിപ്പ് മുഖ്യമന്ത്രിയെ എം ലിജു എക്സൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും ബജറ്റ് നിർദ്ദേശം ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുഖ്യമന്ത്രിയോട് എക്സൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പരസ്യമായിട്ടുള്ള ഒരു വിമർശനത്തിനില്ല എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പദ്ധതി നടപ്പിലാക്കിയാൽ സ്കൂൾ കുട്ടികൾക്കടക്കം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ് എം ലിജു ഒരു പ്രത്യേക റിപ്പോർട്ടായി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ കുട്ടികളടക്കം ഇത് വാങ്ങും അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നടക്കമുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് കൂടി മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എം ലിജു എക്സൈസ് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയോട് നൽകിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അറിയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നുള്ളത് ശരി തന്നെയാണ്, പ്രഖ്യാപനങ്ങൾ നടത്തി, പക്ഷേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കൂട്ടായ ഒരു ആലോചന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും നികുതി നിശ്ചയിക്കുക മാത്രമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് വിൽപ്പന നടത്താനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ ഉള്ള ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ, എന്തായാലും ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-നകത്ത് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ വീണ്ടും ഒരു യു ടേണിന് UDF സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. കാരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.